സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. നമുക്കെങ്ങനെയാണ് സ്വർഗീയരായ ആൾക്കാരെ തിരിച്ചറിയാനാവുന്നത്? ഇന്നത്തെ സുവിശേഷം പറയുകയാണ്, അവർ എപ്പോഴും സ്വർഗത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കും, സ്വർഗീയ കാര്യങ്ങൾ സംസാരിക്കും. ഈ ഭൂമിയിലെ കാര്യങ്ങളല്ല അവർ സംസാരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും അതിൻ്റെ ഇടപെടലുകളെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ഒക്കെ അവർ സംസാരിക്കും. അവർ പ്രാർത്ഥനയെക്കുറിച്ച് പങ്കുവയ്ക്കും, വിശ്വാസം പ്രചരിപ്പിക്കും, വിശ്വാസത്തിൽ എങ്ങനെ വളരണമെന്ന് പഠിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നമ്മുമായിട്ട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ സമയം കഴിയുമ്പോഴെങ്കിലും നമുക്ക് പിടികിട്ടും ഇവൻ ഏത് വിധത്തിലാണ് ജീവിക്കുന്നതെന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ലോകത്തിലെ അനുരൂപരാകാതെ ദൈവാത്മാവിൽ അനുദിനം വർദ്ധിച്ച് വളർന്ന് മുൻപോട്ട് പോകാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.